ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ദേ രാവിലെ പുറത്തൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നു. അതിനുശേഷം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മളെ പ്രോൺസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്രോൺസ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോന് താഴെയാണ് കേട്ടോ എടുത്തത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് ഏകദേശം ഒരു 1/2 hour ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഓയിലിനേക്കാളും വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോൺസ് അധികം നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട, പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ അത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 സവാളയോളം എടുത്തിട്ടുണ്ട്, 2-2.5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോൺസൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ആ സെയിം എണ്ണയിൽ തന്നെയാണ് സവോളയും കറിവേപ്പിലയും ഇട്ടു നല്ലപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാമേ. പ്രോൺസ് ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണല്ലേ. അധികം കുക്കിംഗ് ടൈമൊക്കെ കുറവാണല്ലോ പ്രോൺസിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് മസാല നല്ലപോലെ ഒന്ന് വഴണ്ട് ഒക്കെ വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും ഞാനൊരു 2 നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, തൊണ്ടൻ മുളക് വലിയ, അപ്പോൾ അതും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ട് ഒന്ന് ജസ്റ്റ് ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞ് വരുന്നവരെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഇത് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി എപ്പം എന്ത് ബിരിയാണി ഉണ്ടാക്കിയാലും മല്ലിയിലയും പുതിനയിലയും മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ മല്ലിയിലയും പുതിനയിലയും ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഉള്ളി പൊരിച്ചിടാനായിട്ടുള്ളതാണ് നമ്മുടെ ബിരിയാണിയിലോട്ട്. അപ്പോൾ അത് ചെറുതായിട്ട് സ്ലൈസാക്കിയിട്ട് ഒരു 1/2 സവോള ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതളുകളായിട്ട് അതൊന്ന് വിടർത്തി കൊടുക്കണേ. പിന്നെ അത് കാഷ്യൂവും കിസ്മിസും എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ അതേ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ നമ്മുടെ പ്രോൺസ് ആയതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ടൈമിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട്. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യും. അതൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൈരാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണല്ലോ നമ്മൾ ഒഴിച്ച്, അപ്പോൾ നെയ്യിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൈസ് ആക്കാനാണ് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂം കിസ്മിസ് ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഈ സെയിം എണ്ണയിൽ തന്നെയാണ് കുറച്ച് സവോള നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം.
പിന്നെ ആ നെയ്യിലേക്ക് തന്നെ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇത് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റൈസും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തേ. ഇതാണ് പാകം കേട്ടോ. അത് ഇതുപോലെ തിള വന്ന് അത് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഹോള് പോലെ വരുന്ന ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ സിമ്മിൽ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് സിമ്മിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല നെയ്ച്ചോറ് കിട്ടും കേട്ടോ. നല്ല കറക്റ്റ് ഒന്നിനോടൊന്ന് തൊടാത്ത തരത്തിലുള്ള നെയ്ച്ചോറ് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് ദം ചെയ്തെടുക്കുക വേണ്ട കേട്ടോ. നല്ല സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ ഈ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രിസ്മസും എടുത്ത് വെച്ചിട്ടുള്ള പൊരിച്ച് വെച്ചിട്ടുള്ള സവോളയും നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കുറച്ച് നെയ്യും ഗരം മസാലയൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ദം ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പ്രോൺസ് ഞാനിതുപോലെ ലാസ്റ്റ് മേലെയാണ് വെക്കണം കേട്ടോ. മസാലയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രോൺസ് ആ ഫ്രൈ ചെയ്ത ടേസ്റ്റൊക്കെ പോണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിതുപോലെ ലാസ്റ്റ് മേലെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ എടുത്ത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ ആയിട്ട് ഞാൻ നമ്മൾ ഇതുണ്ടാക്കുന്നുണ്ട്, സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. തൈര് വെച്ചിട്ടുള്ള നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ പിറ്റേ ദിവസം ഈവനിങ് ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പുറത്ത് പോകുന്ന പിള്ളേർക്കും ഒക്കെ ഒന്ന് കോവളമൊക്കെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കോവളം കാണാൻ പോവാണ് കേട്ടോ. ഈ നല്ല മഴ സമയത്താണ് ഞങ്ങൾ കോവളം കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് വിഴിഞ്ഞം ഹാർബറിലൊന്ന് വന്നതാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ കടലൊക്കെ നല്ല കയറി കിടക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോവളത്തോട്ട് വന്നു കേട്ടോ. കോവളത്ത് സത്യം പറഞ്ഞാൽ മഴ കാരണം നല്ലപോലെ കടൽ കയറി കിടപ്പുണ്ടായിരുന്നേ. ഇതേ കണ്ടോ, ഇവിടെയൊക്കെ ആ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് വന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ളും ഇപ്പോൾ ഇതേ കടൽ മഴയൊക്കെ ആയതുകൊണ്ട് കടൽ കയറി കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം മക്കളായിട്ടൊക്കെ അങ്ങനെ അവിടെ നിന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോരാനായപ്പോൾ. പിന്നെ മഴയത്ത് എല്ലാവരും നല്ല ചായയും വടയൊക്കെ ആയിരിക്കുമല്ലേ കഴിക്കാൻ. ഞങ്ങളിത് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങി കഴിച്ചത്. മക്കൾക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോരാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.